Hi all, welcome back to Electrical Exam Study Hub. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൻ്റെ ഇലക്ട്രിസിറ്റി വർക്കർ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 21/2026 ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്ട്സിലും വേക്കൻസീസ് നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ട് വരാം. തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 17, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശ്ശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32. ഇങ്ങനെയാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് കൂടാതെ നമുക്കത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് അറിയാം. ഏജ് ലിമിറ്റ് 18 to 40 ആണ്. അത് കൂടാതെ നോക്കിയ ക്വാളിഫിക്കേഷൻ പറയുന്നത് എ പാസ് ഇൻ SSLC ഓർ ഇക്വലൻറ്റ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് 2-year നാഷണൽ ഓർ സ്റ്റേറ്റ് റേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മിനിമം ഹൈറ്റ് ഫോർ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 157.48 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ് 144.78 സെൻറ്റിമീറ്റർ. വിഷൻ നോർമൽ ആയിരിക്കണം, അതായത് ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുകൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഔട്ട്ഡോർ വർക്ക്. അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ഷാൾ ബി ഇവാലുവേറ്റഡ് ബൈ ടെസ്റ്റിംഗ് പോൾ ക്ലൈംബിംഗ് സ്കിൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മീറ്റർ ഇലക്ട്രിക്കൽ പോളിനകത്ത് 8 മിനിറ്റിൽ ഇറങ്ങുകയും കയറുകയും വേണം. അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഏബിൾ ടു അസെൻഡ് ആൻഡ് ഡിസൈൻ 9 മീറ്റർ ഇലക്ട്രിക്കൽ പോൾ വിത്തിൻ എ ടൈം ലിമിറ്റ് ഓഫ് 8 മിനിറ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതുകൂടാതെ നമ്മളതിനകത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യണം. അതായത് താഴെ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും വിഷനും ഒക്കെ ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യുന്ന ഒരു ഫോം താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണത്. അതായത് നോക്കിയ ഫോം ഫോർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വർക്കർ ഇൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ അത് ഫില്ല് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈറ്റ്, വിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദെൻ നോക്കിയ ഹീ ഈസ് ഫിസിക്കലി ഫിറ്റ് ഫോർ ഔട്ട്ഡോർ വർക്ക് എന്ന് ഉള്ള ആ ഒരു ഒഫീഷ്യൽ സൈനും സിഗ്നേച്ചറും ഒക്കെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് June 3, 2026 വെനസ്ഡേ ആണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വയ്ക്കാതെ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ ഡിസ്ട്രിക്ട്സിലും വേക്കൻസീസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത്രയും വേക്കൻസീസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വയ്ക്കാതെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.